നീ ചില ദിവസങ്ങൾ ഇതാ ഇങ്ങനെയാണ്, ടോട്ടലി ലേറ്റ് ആവും. ആ ദിവസമാണ് കേട്ടോ ഒന്ന് ടോട്ടലി ലേറ്റ് ആണേ. അപ്പോൾ ഇന്നും സാധാരണ രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് നെറ്റിയിൽ സീലൊക്കെ അടിച്ചതിന് ശേഷമാണ് അടുക്കളയിലോട്ട് പോവാറ്. ഇന്ന് നേരെ കുളി കഴിഞ്ഞ് അടുക്കളയിലോട്ട് ഒറ്റ പോക്കാണ്. സീമൻ്റെ രേഖ തൊടാൻ പോലും സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പണിയൊക്കെ ഒരുങ്ങിയതിന് ശേഷം റൂമിലോട്ട് വന്ന് ഒന്ന് ഒരുക്കത്തിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ എന്തായാലും ടോട്ടലി ലേറ്റായി. അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ എന്നവാ. മുഖത്തെ ക്ഷീണം വൈകണീറ്റേം കൊണ്ടൊന്നല്ല കേട്ടോ, മേക്കപ്പ് ഒന്നും ഇടാത്തതും കൊണ്ടാണ്. അപ്പോൾ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ മുഖത്ത് ആദ്യം തന്നെ ഒരു മോയ്സ്ചറൈസേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സീമന്തിലേക്ക് തൊട്ടു. ഒരു മിനിറ്റ്, ഒരു സാധനം റൂമിൽ നിന്ന് മിസ്സായിട്ടുണ്ട്, നോക്കട്ടെ കേട്ടോ. ഇതേ അങ്ങോട്ട് നോക്ക്, ഒരാൾ ഇവിടെ ഒന്നും കാണാനില്ലേ, ഒരാൾ നല്ല കളിയിലാണ്. ഇന്നലെ രാത്രി ചപ്പാത്തി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി പൊടി ഞാൻ മുകളിലത്തെ റൈസിലോട്ട് വെക്കാൻ മറന്നിരുന്നു. അപ്പോൾ താഴെ വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് പുള്ളിക്കാരൻ അത് എടുത്തു കൊണ്ട് വന്ന് ഇതാ ലോഡ് കയറ്റാണ് ഇപ്പോൾ ആ പൊടിയും കൊണ്ട്. ഇങ്ങനെ ചെയ്തു വിചാരിച്ചിട്ട് ഞാൻ അവനെ വഴക്ക് പറയാനൊന്നും പോവാറില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പേരൻറ്റ് ബിഹേവിയർ അല്ലേ ഞങ്ങൾക്ക് കേട്ടോ. ഞാനായാലും ശിവയേട്ടനായാലും അതെടുക്കരുത് ഇതെടുക്കരുത്, അത് അവിടെ വെക്ക് ഇവിടെ വെക്ക്, അതിൽ തുടരുത്, അങ്ങനൊന്നും പറഞ്ഞ് ഞങ്ങൾ വഴക്ക് പറയാറില്ല. കാരണം ചെറിയ കുട്ടിയാണ്, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാനാവുന്നുള്ളൂ. പിന്നെ ഇങ്ങനെയൊക്കെ കുറച്ച് കുസൃതിയും തല്ലുകൊള്ളിത്തരം ഉണ്ടെങ്കിൽ അവരുടെ ബാല്യകാലം രസകരമാവുള്ളൂ അല്ലേ. കുറച്ചൊക്കെ തല്ലുകൊള്ളിത്തരം കുസൃതിയൊക്കെ കാണിക്കണം, അല്ലെങ്കിൽ എന്താ ബ്രോയിലർ കോഴികളുടെ അവസ്ഥയായിരിക്കും. ചില പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടികളെ ഒന്നിനും സമ്മതിക്കില്ല, കളിക്കാനോ എടുക്കാനോ പരത്താനോ ഒന്നിനും. അവിടെ തൊട്ട് ഇവിടെ തൊട്ട് അവിടെ ചളിയാക്കി പരത്തി അങ്ങനെ പരാതി പറയും. എന്നിട്ട് കുട്ടീനെ ഒരു മൂലയ്ക്ക് ഇരുത്തി മൊബൈൽ കാർട്ടൂൺ വെച്ച് അങ്ങനെ ഇരുത്തും. അമ്മൻ്റെ പണികൾ അങ്ങനെ എടുക്കും. പക്ഷെ എന്താ, പിന്നീട് കുട്ടിക്ക് മൊബൈൽ അഡിക്ഷനായി അതായി ഇതായി ഒന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നമ്മുടെ കുട്ടികളുടെ കാലന്മാരാവുന്നത് കുട്ടികളുടെ പേരൻസ് തന്നെയാണ്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.